വയനാട് പടമലയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച അജിയുടെ സംസ്കാരം ഇന്ന് നടക്കും. പടമല സെന്റ് അൽഫോൺസ് ചർച്ച് ദേവാലയ സെമിത്തേരിയിൽ വൈകിട്ടാണ് ചടങ്ങുകൾ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി 9:45ഓടെയാണ് അജിയുടെ മൃതദേഹം പടമലയിലെ വീട്ടിൽ എത്തിച്ചത്. ഷിബു വിവരങ്ങളുമായി ചേരുന്നു. ഷിബു, വലിയ പ്രതിഷേധങ്ങൾക്കും സർക്കാരുമായുള്ള ചില ധാരണകൾക്കുമൊക്കെ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? സിജി, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. പടമലയിലെ അജിയുടെ വീട്ടിൽ നിന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. അരമണിക്കൂറിന് ശേഷം ഇവിടുത്തെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ച ശേഷം പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും, വിലാപയാത്രയായി കൊണ്ടുപോകും. അതിനുശേഷം പടമല സെന്റ് അൽഫോൻസ പള്ളി സെമിത്തേരിയിലായിരിക്കും സംസ്കാരം നടക്കുക. ഇന്ന് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ രാവിലെ മുതൽ തന്നെ അജീഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലെ വിവിധ വൈദികരും മതമേലധ്യക്ഷന്മാരും ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ വൈദികരുടെ നേതൃത്വത്തിൽ സംസ്കാര ശുശ്രൂഷകളെല്ലാം ആരംഭിച്ചത്. അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. അതേസമയം തന്നെ സുപ്രധാനമായ ഒരു വിവരം നമുക്ക് നൽകാനുള്ളത്, ആനയെ ഒരു അരമണിക്കൂറിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം വൈകുന്നേരമായി ഇനി വെയിൽ താഴുന്നത് കൊണ്ട് കേരള കർണാടക അതിർത്തിയിലെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്താണ് ആനയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മൈസൂർ മാനന്തവാടി റോഡിൽ ബാവലി സംസ്ഥാന പാതയ്ക്കരികിലായാണ് ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ RRT ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. വാഹനങ്ങളൊന്നും മൈസൂരിൽ നിന്ന് മാനന്തവാടിക്ക് വരുന്ന വാഹനങ്ങളൊന്നും പാതയിൽ നിർത്തരുതെന്നുള്ള ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളോട് കൂട്ടം കൂടരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കുങ്കിയാനകളെ അടുത്തെത്തിച്ചിട്ടുണ്ട്. മയക്കുവെടി വെച്ചാൽ ഉടൻ തന്നെ ആനയെ കുളിപ്പിച്ച് തണുപ്പിക്കുന്നതിനുള്ള, ശരീര താപനില കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വെള്ളമടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1-2 മണിക്കൂറിന് ശേഷം അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ്, തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഷിബുവാണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അജിയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്.